ഹലോ നമസ്കാരം, ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെസ്റ്റ് കൺട്രി ടു സ്റ്റഡി അബ്രോഡ്. അപ്പോൾ ഈ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും പ്രിഫറൻസ് ഉള്ള അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന 10 കൺട്രീസാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 6 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസും 4 നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസുമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ, USA, ജർമ്മനി, അയർലൻഡ്, നെതർലൻഡ്സ്, ന്യൂസിലൻഡ്, UK, കാനഡ, സ്വീഡൻ ആൻഡ് ഫ്രാൻസ്. ഇതുപോലെ നമ്മൾ 9 പാരാമീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അതിലെ സ്കോർ അനുസരിച്ചാണ് നമ്മൾ ഈ 10 കൺട്രീസ് റേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലാൻഡിങ് ജോബ് ഇൻ സെയിം ഫീൽഡ്. ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സെയിം ഫീൽഡിൽ തന്നെയാണ് നമ്മൾ ജോലിയിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ അനുസരിച്ച് എങ്ങനെയാണ് നമ്മളിതിന് 10 പാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെയിറ്റേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിന് 10 പോയിന്റിൽ ലാൻഡിങ് ജോബ് ഇൻ സെയിം ഫീൽഡിന് 10 പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. ഓസ്ട്രേലിയക്ക് എത്ര അതിൽ പഠിച്ചു കഴിഞ്ഞാൽ അതേ ഫീൽഡിൽ തന്നെ ജോലി ലാൻഡ് ചെയ്യാൻ ഒരു 7 ആണ് ഞാൻ കൊടുക്കുന്ന പോയിന്റ്. അതിന് കാരണം ഒരു 30% പേരെ റിയാലിറ്റിയിൽ എക്സാക്ട്ലി സെയിം ഫീൽഡിൽ ജോബിൽ ലാൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ക്ലോസ്ലി റിലേറ്റഡ് ഫീൽഡിൽ ഒരു 40% ആൾക്കാർ കൂടി ലാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 70%, 30% വിൽ ഗോ ഇൻ ടു സം അതർ ഫീൽഡ്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റ്സ്. അപ്പോൾ അത് ബേസ് ചെയ്ത് നമ്മൾ 7 എന്നൊരു വാല്യൂ ഓസ്ട്രേലിയക്ക് കൊടുക്കുമ്പോൾ UK അതിൻ്റെ പ്രൊപ്പോർഷൻ പിന്നെയും കുറവാണ്. അതായത് സെയിം ഫീൽഡിൽ ലാൻഡ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ചിലപ്പോൾ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് പോകുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം. അതുകൊണ്ട് 5 UK കൊടുത്തിരിക്കുന്ന സ്കോർ. കാനഡയിൽ നമുക്കറിയാം ജോബ് ക്രൈസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് 5 തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന സ്കോർ. വേറാസ് USA 10 സ്കോറാണ്. കാരണം അത്രമേൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പഠിച്ച ഫീൽഡിൽ തന്നെ ലാൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ USA ആയതുകൊണ്ട് 10 out of 10 കൊടുത്തിരിക്കുകയാണ്. 10 കൺട്രീസിൽ ഏറ്റവും കൂടുതൽ യൂസിന് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ജർമ്മനിക്ക് 8 out of 10. ജർമ്മനിയിൽ അത്യാവശ്യം നന്നായിട്ട് ജോബിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക്. അയർലൻഡ് ഓസ്ട്രേലിയ പോലെ തന്നെ 7 ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നെതർലൻഡ്സ് ഇസ് ലൈക്ക് ജർമ്മനി, 8 ആണ് സ്കോർ. സ്വീഡൻ 7 ഓസ്ട്രേലിയ പോലെ. ഫ്രാൻസിന് 8 ആണ് സ്കോർ കൊടുക്കാൻ പറ്റുന്നത്. ആൻഡ് ന്യൂസിലൻഡിന് 7. ഫ്രാൻസിന് 8 എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം ഫീൽഡിൽ തന്നെ ജോബ് ലാൻഡ് ചെയ്യുക. ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം, ഫ്രഞ്ചിൻ്റെ ഒരു പ്രാവീണ്യം കൂടി ആവശ്യമായിട്ട് വരും. പക്ഷേ സെയിം ഫീൽഡിൽ ലാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഫ്രാൻസ്. അതായത് നമ്മൾ ഈ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസായിട്ട് പറഞ്ഞിരിക്കുന്ന 4 കൺട്രീസിലേക്കും നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ കൺട്രിയിലെ ലാംഗ്വേജും കൂടി അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സർവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പഠിച്ച ഫീൽഡിലൊക്കെ ജോലി കിട്ടി, അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ്, പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പാർട്ട് ടൈമിന് നമ്മൾ 5 ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം സർവൈവ് ചെയ്താൽ മതി അല്ലേ? പഠിക്കുന്ന സമയത്ത് സ്റ്റഡീസിന്റെ സമയത്ത് മാത്രമേ ഇത് ആവശ്യം വരുന്നുള്ളൂ. സ്റ്റഡി പീരീഡ് മാത്രമേ പാർട്ട് ടൈമിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഓസ്ട്രേലിയക്ക് നമ്മൾ 4 കൊടുത്തിരിക്കുന്നത്. കാരണം 48 hours. അതെ, 48 hours വർക്ക് നമുക്ക് ഫോർട്ട്നൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ പല കൺട്രികൾക്കും 20 hours അലോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് 4 out of 5 കൊടുത്തിരിക്കുന്നത്. UK സ്കോർ 3 ആണ്. കാനഡ 2 ഉള്ളൂ. USA 2 ഉള്ളൂ. അതിന് കാരണം കാനഡയിൽ ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണല്ലേ. നീണ്ട നിരകളിൽ കുട്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം ഒരുപാടുള്ളത് കൊണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് കാനഡ 2 ആണ്. USA 2 ആണ്. കാരണം ആദ്യത്തെ ഒരു കൊല്ലം ഇൻ ക്യാമ്പസിലുള്ള ജോലികൾ മാത്രമേ US പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് 2 ആണ്. ജർമ്മനിക്ക് നമ്മൾ കുറച്ചുകൂടി ഉയർത്തിയിട്ടുണ്ട്. 3 out of 5 ആണ്. കാരണം ജർമ്മൻ ലാംഗ്വേജും കൂടെ അറിയാമെങ്കിൽ 5 out of 5 എന്ന് വേണേൽ പറയാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മക്ഡൊണാൾഡ്സിലോ റെസ്റ്റോറൻറ്റ്സിലോ ഒക്കെ നിൽക്കുമ്പോഴും നമുക്ക് ജർമ്മൻ ഭാഷ വളരെ ആവശ്യമാണ് എന്നാണ് കുട്ടികൾ നമ്മളോട് പറയാറുള്ളത്. അതുകൊണ്ട് 3 out of 5. അയർലൻഡിന് 4 out of 5. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഓസ്ട്രേലിയ പോലെ തന്നെയാണ്. നെതർലൻഡ്സും അതുപോലെ തന്നെ 4 out of 5. അതൊരു യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ഡച്ച് ഭാഷയാണ് അല്ലേ നെതർലൻഡ്സിൽ. പക്ഷേ ഇംഗ്ലീഷും അവിടെ നന്നായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാം. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇപ്പം കമ്പയർ ചെയ്യുന്ന 4 നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുള്ളത് നെതർലൻഡ്സിലാണ്. അതുകൊണ്ട് 4 out of 5. സ്വീഡൻ ഇസ് ലൈക്ക് ദാറ്റ്. സ്വീഡനിൽ 4 out of 5. പിന്നെ ഫ്രാൻസിൽ 2 ഉള്ളൂ. കാരണം പഠിക്കാനുള്ള ടൈം ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. അതായത് ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു കോളേജ് ടൈം പോലെയാണ്. പ്രൊഫസേഴ്സ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ ഇരുത്താറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് 2 out of 5. ആൻഡ് ന്യൂസിലൻഡിന് 4 out of 5. ഇങ്ങനെയാണ് നമ്മൾ സ്കോർ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സാലറി 10 ആണ് നമ്മൾ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വെയിറ്റേജ് ഡിഫറെൻ്റ് ആയിരിക്കും. പാർട്ട് ടൈം ജോബിന്റെ സാലറി അല്ല കേട്ടോ, പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫുൾ ടൈം ജോബിന്റെ സാലറിയാണ്. പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് എന്നെ സംബന്ധിച്ച് നമ്മുടെ ഒരു ക്രൈറ്റീരിയയിൽ സാലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഓരോ കുട്ടികൾക്ക് ഡിഫറൻ്റ് ആണ്. ചിലവർക്ക് പീസ് ഓഫ് മൈൻഡ് വലിയ സാലറി ആയിരിക്കില്ല, ഒരു സെറ്റിൽഡ് ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വെയിറ്റേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രീ ടൂൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എങ്ങനെ ഈ ഫ്രീ ടൂള് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും. അപ്പോൾ സാലറി 10 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്കോർ. ഓസ്ട്രേലിയക്ക് 7 ആണ് നമ്മൾ കൊടുക്കുന്ന സ്കോർ.
കാരണം അത്യാവശ്യം മോശമില്ലാത്ത സാലറി 65,000 ഒക്കെ ആവറേജ് സാലറി ഒരു ഗ്രാജുവേറ്റിന് കിട്ടുന്നുണ്ട്. ആൻഡ് യു കെക്ക് അത് കുറച്ചുകൂടെ മേളിലാണ് സാലറി കൊടുക്കുന്ന കാര്യത്തിൽ. നമുക്ക് ആ കൺട്രിയുടെ GDP ഒക്കെ നോക്കുമ്പോൾ അറിയാം അല്ലേ, യു കെ ഇസ് പെർഫോമിങ് ബെറ്റർ. അതുകൊണ്ട് യു കെയിൽ കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ട്. 8 ആണ് യു കെയിലെ സാലറി സ്കെയിൽ നമ്മൾ കൊടുക്കുന്നത്. കാനഡ 6ഉം USA 10 out of 10 1 million വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ സാലറി ആയിട്ട് ആനുവൽ ബേസിസിൽ. ഇപ്പോൾ 65,000 എന്ന് പറഞ്ഞാൽ 10 times ഒക്കെയാണ് ചിലപ്പോൾ US സാലറി അത്രയും ഏൺ ചെയ്യാം ഇഫ് യു ഹാവ് ദ പൊട്ടൻഷ്യൽ. അപ്പം ജർമ്മനി മോശമല്ല, ജർമ്മനിക്ക് നമ്മൾ 8 out of 10 കൊടുക്കുന്നുണ്ട്. അയർലൻഡ് 6, നെതർലൻഡ്സ് 8 ആൻഡ് സ്വീഡൻ 6, ഫ്രാൻസ് 6, ന്യൂസിലാൻഡിന് 6. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. സാലറി നമ്മൾ അവിടെ വരുന്ന ഒരു ജോബിന് എന്ത് സാലറി കിട്ടുന്നതെന്ന് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. യെസ്, നെക്സ്റ്റ് പോയിന്റ് PR. ഓക്കെ, PR നമ്മൾ 10 വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഞാനതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് കാണുകയാണ്. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആ പഠിച്ചതിന് ശേഷം ഓടിപ്പിടിച്ച് പോകാതെ അവിടെ തന്നെ ഒന്ന് സെറ്റിൽ അയച്ചിട്ട് നാളെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റണം. പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളതിന് 10 വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയക്ക് 8 സ്കോർ, UK 6, കാനഡയ്ക്ക് 10. ഇപ്പോഴും PR കിട്ടുന്ന കാര്യത്തിൽ ഏറ്റവും സേഫായിട്ടുള്ള കൺട്രി കാനഡയാണ്. USA 6, ജർമ്മനിക്ക് 8, അയർലൻഡിന് 8, നെതർലൻഡ്സിന് 7, സ്വീഡന് 8, ഫ്രാൻസിന് 7, ന്യൂസിലൻഡിന് 7. ഇങ്ങനെയാണ് സ്കോർ കൊടുത്തേക്കുന്നത്. അപ്പോൾ PR ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് കിട്ടാനുള്ള എളുപ്പം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത് കാനഡയാണ്. ഏറ്റവും PR ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഇപ്പോഴും കാനഡ തന്നെയാണ്. ലാംഗ്വേജ് ബാരിയറിൻ്റെ കേസിലാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ് ആൻഡ് സ്വീഡൻ ഇത്രയും കൺട്രീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും കൂടെ പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്തോ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ പഠിച്ച് തുടങ്ങുകയാണെങ്കിലും. അത് മാത്രമല്ല മിക്ക കൺട്രീസിലും ഈ അവിടുത്തെ ഈ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കോഴ്സുകൾ, ഷോർട്ട് ടൈം കോഴ്സുകൾ അവർ ഫ്രീ ആയിട്ട് തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ ആദ്യത്തെ 6 കൺട്രീസിൽ അത് പ്രശ്നം വരുന്നില്ല, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പ്രശ്നം വരുന്നില്ല. എല്ലായിടത്തും 5 out of 5 എല്ലായിടത്തും 5 കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെല്ലാം. ജർമ്മനിക്ക് 1, കാരണം ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ അവിടെ വലിയ പാടാണ്. അതുപോലെ ഫ്രാൻസിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും ഫ്രഞ്ചും കൂടി അറിഞ്ഞാലേ ജോബ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 ഫ്രഞ്ചിൽ കൊടുത്തിരിക്കുന്നത്, ഫ്രാൻസിൽ കൊടുത്തേക്കുന്നത്. നെതർലൻഡ്സിൽ 4 ആൻഡ് സ്വീഡനിൽ 3, കാരണം അവിടെ വേറെ ലാംഗ്വേജസ് കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൂടെ പഠിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. സ്റ്റേ ബാക്ക് പീരീഡിൻ്റെ കാര്യത്തിൽ 10 നമ്മൾ കൊടുത്തിരിക്കുന്ന വെയിറ്റേജ്. 10 കിട്ടിയിരിക്കുന്ന ആർക്കാണെന്നറിയാമോ? ഓസ്ട്രേലിയ. വൈ? ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് ലോകത്ത് കൊടുക്കുന്നത് ഓസ്ട്രേലിയ ആയതുകൊണ്ട്. UK 7 സ്കോർ ചെയ്യുന്നത്, കാനഡ 8. മോശമില്ലാത്ത സ്റ്റേ ബാക്ക് ഉണ്ട് അല്ലേ? 3 years സ്റ്റേ ബാക്ക്. 3 years ഉണ്ട്. UK 2 years. USA നമ്മൾ 7 കൊടുത്തിരിക്കുന്നത്, കാരണം അവിടെ 1 to 3 years സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ 3 years STEM സബ്ജക്ട്സ് ചെയ്യുന്നവർക്ക് അഡീഷണൽ 2 years കിട്ടുന്നുണ്ട്. അല്ലാത്തവർക്ക് 1 year സ്റ്റേ ബാക്ക്. അങ്ങനെ USA 3 years വരെ സ്റ്റേ ബാക്ക് കൊടുക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ 7 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ജർമ്മനിക്ക് 7 പോയിൻ്റാണ് കൊടുക്കുന്നത്. അവിടെയും സ്റ്റേ ബാക്ക് മോശമില്ലാതെ ഉണ്ട്. അയർലൻഡിലും സ്റ്റേ ബാക്ക് ഉണ്ട്. 7 നമ്മൾ കൊടുത്തിരിക്കുന്ന സ്കോർ. നെതർലൻഡ്സിന് 6, സ്വീഡന് 6, ഫ്രാൻസിന് 7, ന്യൂസിലൻഡിന് 8. അപ്പോൾ വീണ്ടും സ്റ്റേ ബാക്കിന് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയക്ക് കിട്ടുന്ന സ്റ്റേ ബാക്ക് 2 to 5 years ഡിപ്പെൻഡിങ് അപ്പോൺ ദ കാറ്റഗറി. കാറ്റഗറി 1 പഠിക്കുന്ന ബാച്ചിലർ സ്റ്റുഡൻസിന് 2 years, കാറ്റഗറി 2 3 years, കാറ്റഗറി 3 4 years. മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിന് കാറ്റഗറി 1 3, കാറ്റഗറി 2 4, കാറ്റഗറി 3 5 years സ്റ്റേ ബാക്കാണ്. പിന്നെ PhDക്കാർക്ക് അതിനേക്കാൾ കൂടുതൽ ലഭിക്കും. UK കേസാണെങ്കിൽ ഡിഗ്രിക്ക് 2 കൊല്ലം സ്റ്റേ ബാക്ക്, അതായത് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ആണെങ്കിൽ 2 കൊല്ലം സ്റ്റേ ബാക്ക് കിട്ടുന്നു. PhDക്കാർക്ക് 3 കൊല്ലം സ്റ്റേ ബാക്ക്. കാനഡയ്ക്ക് മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് 8 months താഴെയുള്ള മാസ്റ്റേഴ്സ് ഒന്നും ഇല്ല. പക്ഷേ 8 months താഴെയുള്ള എന്തെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേ ബാക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല. 8 months മേളിലാണെങ്കിൽ സ്റ്റേ ബാക്ക് 3 years കട്ട് ആൻഡ് സ്ട്രൈറ്റ് കിട്ടുന്നുണ്ട്. അതായത് 1 year 1.5 year ഒക്കെ ആണെങ്കിലും നോട്ട് എ പ്രോബ്ലം, യു വിൽ ഗെറ്റ് 3 years ഓഫ് സ്റ്റേ ബാക്ക്. ഇനി ബാച്ചിലേഴ്സിനാണെങ്കിൽ 8 months താഴെയാണെങ്കിൽ വീണ്ടും സ്റ്റേ ബാക്ക് ഒന്നുമില്ല. 8 months അതായത് ഏത് പ്രോഗ്രാം ആണെങ്കിലും, അതിപ്പോൾ ഡിപ്ലോമ ആണെങ്കിലും ശരി, ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിലും ശരി, 8 months താഴെ സ്റ്റേ ബാക്ക് ഇല്ല. പിന്നെ ക്യൂബക്കിലാണ് ചെയ്യുന്നതെങ്കിൽ അവേഴ്സിൻ്റെ കണക്കിലാണ് 900 hours എന്നാണ് പറയുന്നത്. അപ്പോൾ 8 months ആണ് സാധാരണ സ്ഥലങ്ങളിൽ. ബാക്കി ക്യൂബക്കിലാണെങ്കിൽ 900 hours എന്ന് പറഞ്ഞിട്ടാണ് ക്രൈറ്റീരിയ. ആൻഡ് ഗ്രേറ്റർ ദാൻ 8 months ബട്ട് ലെസ് ദാൻ 2 years ആണെങ്കിൽ സെയിം ആസ് കോഴ്സ് ഡ്യൂറേഷൻ. ഇനി 2 കൊല്ലത്തിൻ്റെ അധികമുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ 3 years സ്റ്റേ ബാക്ക്. 2 കൂടുതലോ ഡ്യൂറേഷനുള്ള പ്രോഗ്രാം ആണെങ്കിൽ അപ് ടു 3 years. മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ 8 months കൂടുതലായാൽ മതി.
3 വർഷം സ്റ്റേ ബാക്കി. ഇനി മോർ ദാൻ 1 പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും? ഡ്യൂറേഷൻ കമ്പൈൻ ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് എന്ന് വരാൻ പാടില്ല. അതായത് ഫസ്റ്റ് ഒരു 1 ഇയറിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ സെക്കൻഡ് ഇയറിലേക്ക് വേറൊരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന ഫസ്റ്റ് ഇയറിലെ പ്രോഗ്രാം 1 ഇയറിൻ്റെ പ്രോഗ്രാം ആയിരുന്നു. സെക്കൻഡ് ഇയർ പഠിച്ചത് 1.5 ഇയേഴ്സിൻ്റെ പ്രോഗ്രാം ആയിരുന്നു. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 1+1.5 2.5 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക് ഒരു പ്രാവശ്യമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി US കേസിലാണെങ്കിലോ CPT, OPT, STEM OPT എന്ന് പറഞ്ഞ് 3 പരിപാടികളാണ്. അപ്പോൾ STEM ചെയ്യുന്നവർക്ക് 3 കൊല്ലം കിട്ടും, അല്ലാത്തവർക്ക് 1 ഇയറേ കിട്ടുള്ളൂ. ജർമ്മനിക്കാണെങ്കിൽ 1.5 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക് ആണ് കിട്ടുന്നത്. അയർലൻഡിൽ 2 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക്, നെതർലൻഡ്സിലും സ്വീഡനിലും 1 ഇയറിൻ്റെ സ്റ്റേ ബാക്ക്, ഫ്രാൻസിൽ ബാച്ചിലേഴ്സ് ചെയ്യുന്നവർക്ക് 1 ഇയർ സ്റ്റേ ബാക്കും മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് 2 കൊല്ലം സ്റ്റേ ബാക്കും. മോദിജി പറഞ്ഞിട്ടുണ്ട് 5 കൊല്ലം ആക്കുന്നത്, അത് എന്നാണെന്ന് എനിക്കറിയത്തില്ല. ന്യൂസിലൻഡിൽ മാസ്റ്റേഴ്സിന് 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക്. പിന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കാൻ വരുന്നവർക്ക് അയർലൻഡിൽ 6 മന്ത്സ് സ്റ്റേ ബാക്കി ഉള്ളൂ. ഓണേഴ്സ് ഡിഗ്രി ആണെങ്കിൽ 1 ഇയർ സ്റ്റേ ബാക്കി കിട്ടും. ഓക്കെ. ന്യൂസിലൻഡിൻ്റെ മാസ്റ്റേഴ്സിനാണ് 3 ഇയേഴ്സ്. ബാക്കി എല്ലാ കോഴ്സിനും എന്താണോ ഡ്യൂറേഷൻ, അതായത് ലെവൽ 8 താഴെ വരുന്നതെല്ലാം ബാച്ചിലേഴ്സോ എന്തോ ആയിക്കോട്ടെ, എത്രയാണോ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അതായിരിക്കും നിങ്ങളുടെ സ്റ്റേ ബാക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടികൾ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേ ബാക്കിൻ്റെ പോയിൻറ്റ്സ് എങ്ങനെയാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നോക്കിയപ്പോൾ മനസ്സിലാവും. ഈ ഒരു സ്റ്റേ ബാക്കിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ചിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇനി അടുത്തത് വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ. വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ വേറെ എവിടെയെങ്കിലും നമ്മൾ ഇന്ത്യ വന്നോ ഗൾഫിൽ വന്നോ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനും പറയാനും ഒക്കെ ഒരു പേരുള്ള സാധനം ഹയർ ചെയ്യാൻ ആൾക്കാർ നോക്കുമ്പോൾ USA എന്ന് പഠിച്ചെങ്കിൽ 10 ഔട്ട് ഓഫ് 10 ആണ്. വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ്റെ കാര്യത്തിൽ നമ്പർ 1 ഇസ് USA. നമ്മളിപ്പോൾ ഞാൻ 5-നാണ് വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കത് വേണേൽ മാറ്റി കൊടുക്കാം. അപ്പോൾ 5-ൽ അങ്ങനെ നോക്കുമ്പോൾ USA നമ്മൾ 5 ഔട്ട് ഓഫ് 5 കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഓസ്ട്രേലിയ, UK, കാനഡയും ഒക്കെ ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഒരേപോലെയാണ്. കാനഡ ഡിപ്ലോമ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി താഴെയാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ഡിഗ്രി ആണെങ്കിൽ ഓസ്ട്രേലിയ, UK, USA ഡസൻറ്റ് മാറ്റർ, എല്ലാത്തും 4 ഔട്ട് ഓഫ് 5 തന്നെയാണ്. ഈവൻ ജർമ്മനിക്കും അങ്ങനെയാണ്, അയർലൻഡും അങ്ങനെയാണ്, 4 ആണ്. പിന്നെ ബാക്കി വരുന്ന നെതർലൻഡ്, സ്വീഡൻ, ഫ്രാൻസ്, ന്യൂസിലൻഡ് ഇതൊക്കെ ഒരു പൊടിക്കൂടെ താഴെയുള്ള ആൾക്കാരൊന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് 3. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിക് ആധാരം QS റാങ്കിങ് ആണ്. അപ്പോൾ ഞാൻ QS റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസിന് എണ്ണം കൂടുതൽ വരുന്നത് നോക്കി അങ്ങ് പറയുകയാണ്. അങ്ങനെ നോക്കിയിട്ട് ആണ് ഞാൻ ഈ പറഞ്ഞ വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ്റെ ഒരു റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ഗൈസ്, അടുത്ത പോയിൻറ്റ് സ്കോളർഷിപ്പാണ്. സ്കോളർഷിപ്പിന് നമ്മൾ 10 സ്കോർ കൊടുത്തിരിക്കുന്നത്. സ്കോളർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. എത്ര ഫീസ് കുറച്ച് പഠിക്കാൻ പറ്റുമോ അത്ര നല്ലതാണ്. സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ ആരാണ് നമ്പർ 1? ജർമ്മനി. വൈ ജർമ്മനി? ഫീസേ ഇല്ല. അപ്പോൾ ജർമ്മനി ശരിക്കും കുട്ടികൾ ട്രൈ ചെയ്യേണ്ടതാണ്. പക്ഷേ ജർമ്മനി നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ആവറേജിന് താഴെയുള്ള കുട്ടികൾ ചിലപ്പോൾ ആ ജർമ്മൻ ഭാഷ പഠിച്ചെടുക്കാൻ പാടുപെടുന്നത് കാണുന്നത് കൊണ്ടാണ്. പക്ഷെ മിടുക്കരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജർമ്മനി നോക്കുക. കാരണം ജർമ്മൻ ലാംഗ്വേജ് ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയാണല്ലോ സാറേ സാലറി നല്ലതാണ്, സ്കോളർഷിപ്പും കിട്ടും, പിന്നെ വീട്ടുകാരെ വെറുതെ കഷ്ടപ്പെടുത്തുകയും വേണ്ട. പിന്നെ നമുക്ക് മാർക്ക് കൂടുന്നതിനനുസരിച്ചും കൂടി ഉണ്ട് കേട്ടോ. മാർക്ക് നമ്മുടെ പെർസെൻറ്റേജ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിൻ്റെ എമൗണ്ടും കൂടുതലായിരിക്കും. കൂടും. അപ്പോൾ 100% വരെ നമുക്ക് സ്കോളർഷിപ്പിൽ പറ്റുകയും പറ്റും. നമുക്ക് 10 ജർമ്മനിക്ക് പോകുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയക്ക് 6 ഒരു ഫ്ലാറ്റ് 20% സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു രീതിയാണ്. UK കുറച്ചുകൂടെ സ്കോളർഷിപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 7 കൊടുത്തിട്ടുണ്ട്. കാനഡയ്ക്ക് വലിയ സ്കോളർഷിപ്പ് അങ്ങനെ എനിക്ക് തോന്നാറില്ല, 5 ആണ്. USA 5 അങ്ങനെ അയർലൻഡ്, നെതർലൻഡ്സ്, സ്വീഡൻ, ഫ്രാൻസ്, ന്യൂസിലൻഡ് ഒക്കെ ഓസ്ട്രേലിയ പോലെ തന്നെ ഒരേ നയമാണ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് അതായത് ഒരു 10 to 30% സ്കോളർഷിപ്പ് മാക്സിമം. അതുകൊണ്ട് 7 കൊടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ 8 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു വേറെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് ആ രാജ്യത്തിലുണ്ടോ എന്നുള്ളതും കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ, ഈ 9 ഫാക്ടേഴ്സ് കൂടി പരിഗണിച്ച് ഒരു മാർക്കിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോഴ്സ് ഈ കൺട്രി ഫൈൻഡർ, കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഈ ടൂള് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ തരികയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കി ആ ഒരു എക്സൽ ഷീറ്റാണ്, ഗൂഗിൾ ഷീറ്റാണ്. ആ ഗൂഗിൾ ഷീറ്റിൽ നിങ്ങൾക്ക് വാല്യൂസ് ഇട്ട് പ്ലേ അറൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫുൾ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ പ്രോഗ്രാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 10ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രാൻസാണ്. ഫ്രാൻസ് ഇനി ബഹുദൂരം മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. 42 ഔട്ട് ഓഫ് 65 സ്കോർ ചെയ്ത് ഫ്രാൻസ് 10ാം സ്ഥാനം അടിച്ചപ്പോൾ 9ാം സ്ഥാനം സ്വീഡനാണ് 44 പോയിൻറ്റ്സുമായിട്ട്. കാനഡ ഒത്തിരി താഴോട്ടങ്ങ് ആയിപ്പോയി, 45. അവിടുത്തെ ജോബ് ക്രൈസിസ് ഒക്കെ കാരണം മാസങ്ങളായതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, അത്രയും അങ്ങനെ ആയി. അതുകൊണ്ടാണ് കാനഡയുടെ സ്കോർ കുറഞ്ഞു പോയത്. UK 45. നിങ്ങൾക്കറിയാം UK കാനഡയൊക്കെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങോട്ട് പോകുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ്. ഇപ്പോൾ UK 45 സ്കോറുമായിട്ട് 7ാം സ്ഥാനത്ത്. കാനഡയെക്കാളും ഒരല്പം മുന്നിലാണ്. ജോലിയുടെ ഒരു കാര്യത്തിലാണ് അത് താഴെ പോയത് കാനഡയും.
ആൻഡ് അടുത്തത് ന്യൂസിലൻഡ് ആണെങ്കിൽ 47 പോയിൻറ്റുമായിട്ട് 6ാം സ്ഥാനം. പിന്നെ നെതർലാൻഡ്സ് 5ാം സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നു 47 പോയിൻറ്റ് തന്നെ. അയർലൻഡിന് 4ാം സ്ഥാനം 48 പോയിൻറ്റ്. ജർമ്മനി അയർലൻഡിനെ ബീറ്റ് ചെയ്തിരിക്കുന്നു, മലത്തിയടിച്ചിരിക്കുന്നു 49 പോയിൻറ്റുമായിട്ട് 3ാം സ്ഥാനം. USA 50 പോയിൻറ്റുമായി 2ാം സ്ഥാനം. ഓസ്ട്രേലിയ ഈസ് അവർ ഫേവറേറ്റ് 51 പോയിൻറ്റ്സുമായിട്ട് 1ാം സ്ഥാനം. നമ്മുടെ ഫേവറേറ്റ് ആയതുകൊണ്ടല്ല കേട്ടോ, സ്റ്റേ ബാക്കിൻ്റെ കാര്യത്തിലാണ്. ബാക്കി എല്ലാ കൺട്രീസിനെ ബീറ്റ് ചെയ്തു. US-നെ ഞാൻ അങ്ങനെ ഓസ്ട്രേലിയനെ പ്രിഫർ ചെയ്തതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. മേ ബി ഇത് ഇനി മാറാൻ വളരെ എളുപ്പമാണ്. USA കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് വരിക, ജർമ്മനി കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി വരികയൊക്കെ ആണെങ്കിൽ ഇത് നേരെ തിരിഞ്ഞ് സംഭവിക്കാം. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയ ആണിപ്പോൾ നമ്പർ 1 ഇപ്പോഴും. നമ്മുടെ ആ ഒരു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓസ്ട്രേലിയ മാത്രം ലിമിറ്റഡും അല്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റാങ്കിങ് സിസ്റ്റം. 10 രാജ്യങ്ങൾക്കും നമ്മളൊരു പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എന്താണ് സമയങ്ങൾ എന്നത് വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ, നമ്മുടെ ചാനലിൽ പങ്കാളികളാവും. താങ്ക് യു.